ഗാസ മരുഭൂമിയിലേക്ക് പാലസ്തീനികളുടെ ഒഴുക്ക് ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ ആളുകൾ സ്വന്തം വീടോ നാടോ എവിടെയാണെന്നറിയാതെ അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. വളരെ വിഷമം തോന്നുന്ന ഒരു വാർത്തയാണിത്. കാരണം ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്ന വീടുകളും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ ചോരറ്റ ജീവിതവും എവിടെയാണെന്ന് അറിയാതെ അലയുകയാണ് ആ പാലസ്തീനി ഗാസക്കാർ. തീർച്ചയായിട്ടും അവർക്കും ഒരു സമാധാനത്തിൻ്റെ നാളുകൾ വരട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ലോകത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് യുദ്ധം ഒരിക്കലും ഒരു സമാധാനത്തിൻ്റെ വഴിയല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാവരും യുദ്ധത്തിനെ എതിർക്കുന്നത്. ആ ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണമായും സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ വികസനത്തെയും പൂർണ്ണമായും താറുമാറാക്കുകയും ആ ഒരു ജനതയെ പോലും ഒന്നടക്കം കൂട്ടക്കുരുതിക്ക് കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഗാസ യുദ്ധം. ഗാസയിൽ ഹമാസ് ഒരു വശത്തും അതുപോലെ തന്നെ ഇസ്രായേൽ ഒരു വശത്തും നടത്തിയ ആക്രമണത്തിൽ ഒരുപാട് ജീവനുകൾ, സ്ത്രീകളും മക്കളും അടക്കം ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതിനാൽ തന്നെയാണ് ഇസ്രായേലിനും അവസാനം അവരുടെ പല ബന്ദികളുടെയും മോചനത്തിന് വേണ്ടിയിട്ട് ഹമാസിനോട് പല വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വന്നു. അവസാനമായി ഗാസയിലേക്ക് അവരെ മധ്യസ്ഥത്തിനായിട്ട് മുന്നിട്ട് നിന്നത് വേറെ ആരുമല്ലായിരുന്നു, ഖത്തർ എന്ന ആ കൊച്ചു രാജ്യമായിരുന്നു. ആ ഒരു ഖത്തറിൻ്റെ ഇടപെടൽ മൂലമാണ് ഗാസയിലേക്ക് അവർക്ക് തിരിച്ചെത്താനുള്ള ഒരു വഴി തുറന്നു കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വനിത ആയിട്ടുള്ള ഒരു ബന്ദിയുടെ മോചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം അവർക്കുള്ള വഴി തുറന്നു കൊടുത്തത് എന്നുള്ളത്. അർബാൻ യഹൂദൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇത്രയൊക്കെ ഹമാസികളെ വിട്ടുകൊടുക്കുന്നതുണ്ടെങ്കിൽ അവർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാനും സാധിക്കും. അവർക്ക് ഹമാസിനെ പരാജയപ്പെടുത്താൻ ഒരു വിധത്തിലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതൊരു പരാജയമായി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ കാണുന്നത്. ഓരോ സ്ത്രീയെയും മക്കളെയും ക്രൂരമായി കൊന്ന ഈ യുദ്ധത്തിൽ വളരെ വിഷമം കാണിക്കുന്ന ഓരോ സന്ദർഭങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഈ യുദ്ധം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.